ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ടുള്ള തിരുവചന വേദഭാഗം സദർശവാക്യങ്ങൾ 19-ാം അധ്യായം 17-ാം വാക്യം. എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. ഈ വചനത്തിൻ്റെ അർത്ഥത്തിന് സമാനതയുള്ള വേദഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 30-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായി 15:30. പുരുഷാരം, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നു, കൂനർ സൗഖ്യമാകുന്നു, മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു. ഇവിടെ എളിയവരോട് കരുണ കാണിക്കുന്ന ഒരു യേശുവിനെയാണ് നാം കാണുന്നത്. മത്തായി 25:35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, കുടിപ്പാൻ തന്നു, അതിഥിയായിരുന്നു, ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, കാൺമാൻ വന്നു, തടവിൽ ആയിരുന്നു, അടുക്കൽ വന്നു. 40-ാം വാക്യം. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശു പാവങ്ങളെയും അവഗണിക്കപ്പെട്ടവരോടും ഒപ്പം നിന്നവനും അവർക്ക് ആശ്വാസവും വിമോചനവും നൽകുന്നതിൽ ബാധ്യസ്ഥനും ആയിരുന്നു. യേശുക്രിസ്തുവിൽ ഉള്ള അതേ ഭാവം തന്നെ ദൈനംദിന ജീവിത അനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തേണ്ടവരാണ് ക്രിസ്ത്യാനികളായ നാം. തള്ളപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടുമുള്ള സ്നേഹത്തിലൂടെയും കരുതലിലൂടെയുമാണ് യേശുവിനോട് നമുക്കുള്ള സ്നേഹവും കരുതലും വെളിപ്പെടുത്തുവാൻ കഴിയുക. ഉദാഹരണമായി മദർ തെരേസയുടെ ജീവിതം. മദർ തെരേസയുടെ ജീവിതം നാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവർ എപ്രകാരം ഈ ലോകത്തിന് ഒരു മാതൃക കാണിച്ചു കൊടുത്ത വ്യക്തിത്വം ആയിരുന്നു എന്ന്. പാവങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ ശുശ്രൂഷ വേളകളിൽ അവരുമായി അവരുടെ ഒരു അമ്മയായി മാറിയ ജീവിത ശൈലി, തെരുവുകളിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കുഷ്ഠരോഗികളെയും പാവപ്പെട്ടവരെയും ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ യേശുവിനെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. എളിയവരോട് കൃപ കാട്ടുവാൻ അല്ലെങ്കിൽ സഹോദരപ്രീതിയായിക്ക് വേണ്ടുന്ന സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അനുകമ്പ, മനസ്സലിവ്, വിനയം, പങ്കാളിത്തം. ഒന്നാമതായി അനുകമ്പ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലും ആവശ്യങ്ങളോടും ഉള്ള ആത്മാർത്ഥമായ സഹകരണ മനോഭാവം. രണ്ടാമതായി മനസ്സലിവ്. മറ്റുള്ളവരോടുള്ള ആ സൗമ്യതയോടുകൂടിയുള്ള നമ്മളുടെ സ്വഭാവം. അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാവുക, അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുക. മൂന്നാമതായി വിനയം. തന്നെത്താൻ താഴ്ത്തി മറ്റുള്ളവരെ ശ്രേഷ്ഠമെന്ന് കാണുന്ന ആ നല്ല സ്വഭാവം. നാലാമതായി പങ്കാളിത്തം. മറ്റുള്ളവരുടെ വേദനയിൽ നാം പങ്കാളികളാകുക. പങ്കാളിത്തം ഉള്ളിടത്താണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ സമ്പത്തിനേക്കാൾ നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം കൂടുതൽ വില കൽപ്പിക്കുന്നതും. അതുപോലെ തന്നെ കൊടുക്കുന്നതിലൂടെ സന്തോഷവും സംതൃപ്തിയും നമുക്ക് ലഭിക്കുന്നു. ഇപ്രകാരമുള്ള ജീവിതം നയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നന്മകൾ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം? മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സകല ജാതികളെയും കൂട്ടിവരുത്തി ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ നമ്മെ വേർതിരിച്ച് അരുളി ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ഇതാണ് നമ്മുടെ പ്രതിഫലം, അവൻ്റെ നിത്യമായ രാജ്യത്തിന് അവകാശികളാവുക. പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് എന്നെ വിടുവിച്ച് നന്മ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ.
മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുക്കുന്നതിനുള്ള ആ നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, അവിടുന്ന് ദരിദ്രരെയും അവഗണിക്കപ്പെട്ടവരെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്തതുപോലെ ഞങ്ങൾക്കും അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ. ആമീൻ.